ഇവള് ദുബായിക്ക് പോയപ്പോ അന്ന് ഞങ്ങൾ പറഞ്ഞാണ് ഇവളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം. കാരണം ഇവളെ ഇത് പോക്ക് ശരിയല്ല. നിങ്ങൾ ഈ അവരാധം പറഞ്ഞുണ്ടാക്കുന്നവരെ നേരെ നിന്നിട്ട് ഒന്ന് ബലാത്സംഗം ചെയ്തിട്ട് ഒന്ന് പോയി മരിക്കുക. ബസ്സിൽ വീഡിയോ ചിത്രീകരിച്ചതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ദീപകിന്റെ മരണത്തിൽ ബലാത്സംഗത്തിനുള്ള ആഹ്വാനവുമായി BJP പ്രവർത്തകർ. വീഡിയോ ചിത്രീകരിക്കുന്ന സ്ത്രീകളെ ബലാത്സംഗം ചെയ്യണമെന്ന് തൊടുപുഴ സ്വദേശി അജയ് ഉണ്ണിയാണ് ആഹ്വാനം നടത്തിയത്. സമൂഹമാധ്യമങ്ങൾ കോടതികളായി മാറുകയാണ്. അവിടെ മനുഷ്യന്മാരെ വിചാരണ ചെയ്യപ്പെടുകയാണ്. സമൂഹമാധ്യമങ്ങളിലൂടെ ആർക്കും ആരെക്കുറിച്ചും എന്തും പറയാമെന്നായി. നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഒരു മനുഷ്യനെ കുറ്റക്കാരനാക്കി മാറ്റാം. നോക്കൂ, സമൂഹമാധ്യമങ്ങളിൽ കൂടി നിങ്ങളൊരു മനുഷ്യനെ മറ്റുള്ളവർക്ക് മുമ്പിൽ അവരെ കടിച്ചു കീറാനും അവരെ വിചാരണ ചെയ്യാനും ഇങ്ങനെ ഇട്ടെറിഞ്ഞു കൊടുക്കുമ്പോൾ പിന്നെ ഇവിടെ കോടതികളും നിയമ സംവിധാനങ്ങളും പോലീസുമൊക്കെ എന്തിനാണ്? നോക്കി, ഇവിടെ ഒരു മനുഷ്യൻ തെറ്റു ചെയ്തു കഴിഞ്ഞാൽ അയാൾ കുറ്റക്കാരനാണ് എന്നുണ്ടെങ്കിൽ ആളെ ശിക്ഷിക്കാൻ ഇവിടെ കോടതികളുണ്ട്, നിയമ സംവിധാനങ്ങളുണ്ട്. നേരെ മറിച്ച് സമൂഹമാധ്യമങ്ങളിലൂടെയല്ല വിചാരണ ചെയ്യപ്പെടേണ്ടത്. നിങ്ങൾക്കറിയാം, ഷിംജിത മുസ്തഫ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒരു പാവം ദീപക് എന്ന് പറയുന്ന മനുഷ്യനോട് ചെയ്ത കൊടും ക്രൂരത, ആ ക്രൂരതയ്ക്ക് ശേഷം അവളിപ്പോൾ ഒളിവിലാണ്. അവളെ ഇതുവരെയും പോലീസിന് പിടിക്കാൻ സാധിച്ചിട്ടില്ല. വിദേശത്തേക്ക് കടന്നു കളഞ്ഞു എന്നുള്ളതാണ് പുറത്തുവരുന്ന വാർത്തകൾ. എങ്ങനെ അവൾക്ക് കടന്നു കളയാതിരിക്കാനാവും? കാരണം അതിനുള്ള സമയം അവൾക്ക് കിട്ടിയെന്നുള്ളതാണ്. നോക്കൂ, ദീപക് എന്ന് പറയുന്ന സഹോദരൻ ആത്മഹത്യ ചെയ്ത് ഏകദേശം മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അവൾക്കെതിരെ പോലീസ് കേസെടുക്കാൻ ആദ്യം തയ്യാറായില്ല എന്നുള്ളതാണ്. എന്നാൽ പിന്നീട് 2 ദിവസങ്ങൾക്ക് ശേഷമാണ് ആ മാതാപിതാക്കൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ, പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അവസാനം പോലീസിന് കേസെടുക്കേണ്ടി വന്നു. കേസെടുക്കാനുള്ള ആ കാലതാമസം അത് മുതലാക്കി അവൾ നാട് വിട്ടു. അവളെക്കുറിച്ചൊരു അറിയിപ്പ് പോലുമില്ല. ഇതേ സമയത്ത് ഒരു പെൺകുട്ടിയോടാണ് ഒരു പുരുഷൻ ഇതുപോലെ ചെയ്യുന്നത് എങ്കിൽ ആ സ്പോട്ടിൽ, ആ ഒരു നിമിഷം അവനെ പോലീസ് വെക്കും. ഇതാണ് ഇവിടുത്തെ നിയമം എന്ന് പറയുന്നത്. നിയമം എന്നുള്ളത് എല്ലാവർക്കും ഒരുപോലെയാകണം, എല്ലാവർക്കും തുല്യനീതിയാകണം. സ്ത്രീകൾക്കൊരു പ്രത്യേക പരിഗണന നമ്മുടെ നിയമ സംവിധാനങ്ങൾ നൽകാറുണ്ട്. പക്ഷെ ആ പരിഗണന നിരപരാധികളായ മനുഷ്യന്മാരെ കൊന്നൊടുക്കാനുള്ളതല്ല, അവരെ ഇല്ലായ്മ ചെയ്യാനുള്ളതല്ല. നോക്കി, ഇവളുടെ ഈ ഒരു തെമ്മാടിത്തരത്തിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ രംഗത്ത് വന്നു. നിരവധി വീഡിയോസുകൾ സമൂഹമാധ്യമങ്ങളിലൂടെ കാണാൻ സാധിക്കും. പല പ്രതികരണങ്ങളും വൈകാരികമായ പ്രതികരണങ്ങളായിരുന്നു. അവരെ കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം ഒരു കുടുംബത്തിന്റെ അത്താണിയായിരുന്ന ഒരു പാവം മനുഷ്യനാണ് ഈ സ്ത്രീയുടെ ഒരു തെമ്മാടിത്തരം കാരണം സ്വയം ജീവനൊടുക്കിയത്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു പ്രതികരണമായിരുന്നു ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ അവിടുത്തെ ഒരു BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള ഒരു വ്യക്തിയുടെ പ്രതികരണം. അത് വലിയ രീതിയിൽ വിവാദമായി മാറിയിരിക്കുകയാണ്. ഏതായാലും ആ ഒരു വ്യക്തിയുടെ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. ഇനി ഇതിന്റെ അകത്തൊക്കെ പീഡന കേസിൽ ജയിലിൽ പോയാലും നിങ്ങൾക്കൊക്കെ എന്തിനാ പേടിക്കണേ? നമ്മുടെ സർക്കാർ, സന്മനസ്സുള്ള സർക്കാർ 620 രൂപ വെച്ച് നമുക്കൊക്കെ ഈ എന്ത് കേസ് കെട്ടിയും ചെന്നാൽ ദിവസം ചുമ്മാ ഇരുന്ന് 4 നേരം ഫുഡും എല്ലാം കഴിഞ്ഞ് 620 രൂപ കിട്ടും. ഇനി എന്തിനു പേടി? മാനസികമായി താങ്ങാൻ പറ്റില്ലാത്ത, മനസ്സിന് വലിപ്പമില്ലാത്ത ആളുകളോട് മാത്രമായിട്ടാണ് എനിക്കിനി പറയാനുള്ളത്. ഇത്തരം ദുരനുഭവങ്ങൾ ഇനിയും ആണുങ്ങൾക്ക് പലതും നേരിടേണ്ടി വരും. അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, എന്തായാലും ഇങ്ങനെ ഈ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ അനാവശ്യമായി ഇങ്ങനെ ഒരു നാണം കെടുത്താൻ ഒരു ശ്രമം നടന്നു കഴിഞ്ഞാൽ, മരിക്കണമെന്ന് തോന്നി നമ്മൾ ഉറപ്പിച്ച് പിന്നെ നാണം കെട്ടു മരിക്കണമെന്ന് തോന്നിയാൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, എന്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ ഈ അപരാധം പറഞ്ഞുണ്ടാക്കുന്നവരെ നേരെ ചെന്നിട്ട് ഒന്ന് ബലാത്സംഗം ചെയ്തിട്ട് ഒന്ന് പോയി മരിക്കുക. അപ്പോൾ നമ്മൾ ചെയ്ത കുറ്റം ചെയ്തു എന്നുള്ള ആ മനസ്സിന്റെ ആ പശ്ചാത്താപത്തോടെ മാന്യമായിട്ട് മരിക്കാം. അല്ലാണ്ട് ഇതൊരു കുറ്റവും ചെയ്യാണ്ട് നമ്മൾ ഒരു ഭീരുവിനെ പോലെ മരിക്കേണ്ട ഒരു കാര്യവുമില്ല. കണ്ടില്ലേ ഇവൻ പറഞ്ഞത്? അതായത് ഇതുപോലെ ആരെങ്കിലുമൊക്കെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ, ഇതുപോലെ മോശമായിട്ട് ഏതെങ്കിലും ഒരു സ്ത്രീകൾ ചെയ്തു കഴിഞ്ഞാൽ അവളെ പോയി ബലാത്സംഗം ചെയ്യണമെന്നാണ് ഈ വ്യക്തി പറഞ്ഞു വെക്കുന്നത്. നോക്കൂ, ഈ ഒരു സ്ത്രീയും ഈ പറയുന്ന വ്യക്തിയും തമ്മിൽ എന്താണ് വ്യത്യാസം? ഒരു വ്യത്യാസവുമില്ല. അവിടെ അവൾ സമൂഹമാധ്യമങ്ങളിലൂടെ റീച്ച് കിട്ടാൻ വേണ്ടി ഒരു നിരപരാധിയായ ഒരു പാവം മനുഷ്യനെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നു. ഇവിടെ ഈ ഒരു വ്യക്തി ഇതുപോലെ ചെയ്യുന്നവളുമാരെയൊക്കെ നേരിട്ട് ചെന്നങ്ങ് ബലാത്സംഗം ചെയ്യണം. നോക്കൂ, ജനപ്രതിനിധികളായി നിൽക്കുന്ന വ്യക്തികളാണ് ഇതുപോലെയുള്ള തെമ്മാടിത്തരങ്ങൾ വിളിച്ചു പറഞ്ഞതെന്ന് നാം എല്ലാവരും ആലോചിക്കണം. ഇതാണ് ഞാൻ പറഞ്ഞത്, സമൂഹമാധ്യമങ്ങൾ ഇപ്പോൾ കോടതികളായി മാറുന്നു. അവിടെ എന്തുമാരെക്കുറിച്ചും പറയാമെന്നായി, അവിടെ ഏതൊരു മനുഷ്യനെയും പിച്ച് ചീന്താമെന്നായി, അവിടെ ആരെക്കുറിച്ചും എന്തും വിചാരണ ചെയ്യാമെന്നായി. നോക്കി, ഈ ഒരു പെൺകുട്ടി ആ നാട്ടിലെ മുസ്ലിം ലീഗിന്റെ ഒരു വാർഡ് മെമ്പറായിരുന്നു, ജനപ്രതിനിധിയായിരുന്നു. എന്നിട്ടാണ് ഇതുപോലെയുള്ള ഒരു തോന്നിവാസം സമൂഹമാധ്യമങ്ങളിലൂടെ കാഴ്ചവെച്ചത്. ഞാൻ ഈ സ്ത്രീയുടെ നാട്ടിലുള്ള ഒരു സഹോദരന്റെ ഒരു വോയിസ് സന്ദേശം കേൾക്കുകയുണ്ടായി. അദ്ദേഹം അതിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. പരിധി വിട്ടാട്ടെ നടന്നപ്പോ അങ്ങനെ ദുബായിൽ പോയി. നമ്മൾ കേട്ടത് കാരണം ഞങ്ങളെ മെമ്പറേനി, ഞങ്ങളെ വാർഡ് മെമ്പറേനി, അരീക്കോട് പഞ്ചായത്ത് 16ാം വാർഡ് മെമ്പറേനി. അങ്ങനെ ഇവള് ദുബായിക്ക് പോയപ്പോ അന്ന് ഞങ്ങൾ പറഞ്ഞാണ് ഇവളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം. കാരണം ഇവളെ ഇത് പോക്ക് ശരിയല്ല എന്ന് പറഞ്ഞപ്പോ അന്ന് നമുക്ക് അരീക്കോട് പഞ്ചായത്തിൽ 8-9 ഇതിൽ നിൽക്കുകയാണ്.
അപ്പൊ ഓള് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താവും അവിടെ 8 അപ്പൊ പഞ്ചായത്ത് പ്രശ്നം അറിയാൻ സാധ്യതയുണ്ട്. അപ്പൊ ലാസ്റ്റ് ഒരു വർഷത്തിന്റെ ടൈമില് ഓള് രാജിക്കത്ത് എഴുതി കൊടുത്തായിട്ട് ഓള് പോയി. അങ്ങനെ പിന്നീട് ഇവള് ദുബായിൽ നിന്ന് ഇടുന്ന ഓരോരോ വീഡിയോകൾ കണ്ടിട്ട് നാട്ടില് ആൾക്കാരൊക്കെ ഇങ്ങനെ, ഞാൻ ഒരു പ്രാവശ്യം നാട്ടിൽ പോയ ടൈമില് അവിടുത്തെ ഒരു ഏപ്പിക്കാര് വീഡിയോ കൊണ്ടായിട്ട് എനിക്ക് കൊണ്ടുവരുന്ന ആദ്യം ഇത് കണ്ടു സാധനം. ഞങ്ങളിതിന്റെ മുമ്പ് തന്നെ പറഞ്ഞാണ് മെമ്പറെ ഇതാക്കാൻ. ഞാൻ പറഞ്ഞു എനിക്കറിയാം സിഞ്ചത്തിന്റെ വീഡിയോ അല്ലേ, ഞാൻ കണ്ടതാണ്, ഞങ്ങൾക്കറിയാം കാര്യം, ഞങ്ങൾ പറഞ്ഞതാണ്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പൊ എന്ന് പറഞ്ഞു. ഓള് രാജിക്കൂല. അങ്ങനെ ചുരുക്കി പറഞ്ഞ ഓളിപ്പോ ഉള്ളത് എന്ന് പറഞ്ഞാൽ നിലവിൽ ഉള്ള അവളെ അവസ്ഥ ഞങ്ങളവിടെ കെട്ടിക്കൊണ്ടെന്നാണ്. വടകരയുള്ളതാണ് ഓള് ഭർത്താവറ്റൊക്കെ തെറ്റി 6 മാസമായിട്ട് ഓളെ നാട്ടിലാണുള്ളത്, ഞങ്ങളവിടെ അല്ല. അങ്ങനെ രാജിക്കത്ത് എഴുതി കൊടുത്ത് പോയി. ഒരു കൊല്ലം കഴിഞ്ഞാലേക്ക് ഓളെ മാപ്പിള കൊണ്ടായിട്ട് രാജിക്കത്ത് സെക്രട്ടറിക്ക് കൊടുത്ത് അതിൽ ഇവള് രാജിക്കത്ത് സ്വീകരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് തോന്നി ഓള് നേരെ സെക്രട്ടറിക്ക് വിളിച്ചു. ഞാൻ നാട്ടിലില്ലാതെ എന്റെ കത്ത് എങ്ങനെ നിങ്ങൾ സ്വീകരിക്കുക, ഞാൻ കേസ് കൊടുക്കും, പണി ഔട്ട് ആവുകൊണ്ട് പിൻവലിച്ചു പറഞ്ഞു. സെക്രട്ടറി അത് പിൻവലിച്ചു. നോക്ക്, അവളുടെ നാട്ടിലുള്ള ആളുകൾക്ക് പോലും അവളോട് വലിയ മതിപ്പില്ല എന്നുള്ളത്, ഒരു വില കൽപ്പിക്കുന്നില്ല എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ ഈ ഒരു വോയിസ് സന്ദേശത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല, ഈ ഒരു സംഭവത്തിന് ശേഷം ഈ ഷിംജിത എന്ന് പറയുന്ന സ്ത്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പുറത്തു വരുന്നുണ്ട്. 6 മാസത്തോളമായി ഷിംജിത ഭർത്താവുമായി പിരിഞ്ഞ് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് എന്നും, മത്സരിക്കുന്ന സമയത്ത് പർദ്ദയും തട്ടവുമൊക്കെ ഇടുമെന്നും, അത് കഴിഞ്ഞാൽ ദുബായിലേക്ക് പോകുമെന്നും, അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ പർദ്ദയും തട്ടവുമൊക്കെ അഴിച്ച് വീഡിയോ ചെയ്യുമെന്നൊക്കെയാണ് നാട്ടുകാർ പറഞ്ഞു വെക്കുന്നത് എന്നുള്ള കുറെ കുറിപ്പുകൾ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിലൂടെ കാണുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അവളുടെ തനിരൂപം, അവളുടെ യഥാർത്ഥ സ്വഭാവം ഇങ്ങനെ ഓരോ ദിവസം കഴിയും തോറും ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു. പൊതുവെ നമുക്കറിയാം ഇസ്ലാമിൽ തട്ടം ധരിക്കുക എന്ന് പറയുന്നത് തലമുടി ധരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇപ്പോൾ അതിൽ നിന്നെല്ലാം മാറി തട്ടം എന്നുള്ളതൊരു ഫാഷനായി മാറിക്കഴിഞ്ഞു. വെറുതെ ഒരു പേരിന് തട്ടമിട്ടത് കൊണ്ടൊന്നും ആരും ഒരു മുസ്ലിമായി മാറില്ല. അതുകൊണ്ട് അവളുടെ തലയിൽ കിടക്കുന്ന ആ ഒരു തുണി കഷ്ണം കണ്ടുകൊണ്ട് അതിൽ മതം ചികഞ്ഞ് അതിൽ വർഗീയത കണ്ടെത്താൻ വർഗീയവാദികളെ നിങ്ങൾ ശ്രമിക്കേണ്ട. നമുക്കറിയാം 2 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വാർത്ത വന്നിരുന്നു. ജയിലിൽ കഴിയുന്ന തടവുപുള്ളികൾക്ക് അവരുടെ വേതനം, ശമ്പളം വർദ്ധിപ്പിച്ചു എന്നുള്ള ഒരു വാർത്തയായിരുന്നു അത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നാട്ടിൽ കിടക്കുന്ന സാധാരണക്കാരനായ ഒരു വ്യക്തി, അവൻ ജീവിക്കാൻ വേണ്ടി എന്തൊക്കെ പെടാപ്പാടുകളാണ് പെടുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പല ആളുകൾക്കും ഇന്ന് ജോലി പോലുമില്ല. അത്തരമൊരു സന്ദർഭത്തിലാണ് ജയിലിൽ കഴിയുന്ന തടവുപുള്ളികൾക്ക് കൊള്ളയും കൊലപാതകവും മയക്കുമരുന്നുമൊക്കെ ഉപയോഗിച്ച് സ്വന്തം കുടുംബത്തെ ഇല്ലാതാക്കിയവനും സ്വന്തം മക്കളെ ബലാത്സംഗം ചെയ്തവനും അങ്ങനെ അത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങൾ ചെയ്തു കൂട്ടിയ അത്തരം കൊടും ക്രൂരന്മാർക്ക് ശമ്പളം സർക്കാർ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്നത്? ഇത്തരത്തിൽ നല്ല ഭക്ഷണം കൊടുത്ത് നല്ല ശമ്പളം കൊടുത്ത് അവിടെ ജയിലിൽ തീറ്റിപ്പോറ്റുമ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ക്രൂരതകളും കൊലപാതകങ്ങളും ആക്രമണങ്ങളും ഉണ്ടാകാതിരിക്കുക?